നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തില് ഇന്ന് FC ബാഴ്സലോണയും PSG തമ്മിൽ പാരീസിൽ വെച്ച് പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്രേമികൾ ഒരു കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചാവി ഹെർനാണ്ടസും ലൂയിസ് എൻറിക്കയുമാണ് കോച്ചുമാര്, രണ്ട് ബാഴ്സ DNA ഉള്ള കോച്ചുമാര്. അപ്പൊ നല്ലൊരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോ ഓരോ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൽ ആരിറങ്ങും, ആര് നേടും, പ്രോബബിൾ 11 എന്താണ്, അതുപോലെ വിജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം PSG നിരയിൽ ആരൊക്കെ കളിക്കും? RMC സ്പോർട്ട് ഫ്രഞ്ച് മാധ്യമമാണ്. അവർ നൽകുന്ന ഒരു സൂചന അനുസരിച്ച് PSG 11 ഇങ്ങനെയാവാം. ഗോൾ കീപ്പറായിട്ട് ഡൊണാരുമ, ഡിഫൻസില് ഹെർനാണ്ടസ്, ബെറാൽഡോ, മാർക്കിഞ്ഞസ്, ന്യൂനോ മെൻഡിസ്, മധ്യനിരയിൽ ഫാബിയൻ റൂയിസ്, വിറ്റിഞ്ഞ, വാരൻ എമറി, മുന്നേറ്റത്തിൽ ലീയും ഡെംബലയും എംബാപ്പയും ഒരുമിച്ച് കളിക്കുമെന്നാണ് പ്രഡിക്ഷൻ. അതേസമയം ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ അവരവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പെഡ്രിയും അതുപോലെ ഫ്രങ്കി ഡിയോങ്ങും ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. അപ്പൊ അവർ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ബാഴ്സലോണയുടെ ഒരു പ്രോബിൾ ലൈനപ്പിലേക്ക് പോയാൽ മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ, കൂണ്ടെ, അറൗഹോ, കുബാർസി, കൻസേലോ, ക്രിസ്റ്റൻസൻ, റോബർട്ടോ, യമാല്, ഗുണ്ടോഗൻ, റാഫിഞ്ഞ, ലെവൻഡോസ്കി 4-2-3-1 ഫോർമേഷനിൽ ബാഴ്സലോണ കളിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ കളിയുടെ ഒരു ആവേശത്തിൽ അങ്ങ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യം. എങ്കിലും റാഫ്റ്റോക്സിന്റെ ഒരു പ്രഡിക്ഷൻ, രണ്ട് ടീമും മിന്നുന്ന ഫോമിലാണ്. അതായത് ബാഴ്സലോണ ചാവി ഹെർനാണ്ടസ് താൻ കോച്ച് സ്ഥാനം രാജിവെക്കുകയാണ് ഈ സീസൺ അവസാനത്തോടെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കിടിലൻ കളിയാണ്. എന്നാൽ PSG ആവട്ടെ കഴിഞ്ഞ 5 മാസമായിട്ട് തോറ്റിട്ടേയില്ല. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ രണ്ട് ടീമും നല്ല ഫോമിൽ നിൽക്കും. ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. പാർക്ക് ഡെസ് പ്രിൻസസിൽ 2-2 എന്ന സമനിലയാണ് റാഫ്റ്റോക്സിന്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.